ജലോത്സവങ്ങളിൽ ചക്രവർത്തി അതൊന്നേ ഉള്ളൂ, അത് കാരിച്ചാൽ ചുണ്ടനാണ്. നമ്മൾ പലവട്ടം കണ്ടു കാരിച്ചാൽ ചുണ്ടൻ കിരീടവും നേടി ആ ജലത്തിന്റെ ആഘോഷ മാമാങ്ക ദിവസത്തിൽ രാജാക്കന്മാരെ പോലെ അണിനിരക്കുന്നത്. എപ്പോഴാണ് ഒരു ചക്രവർത്തി ഉണ്ടാകുന്നത്? അത് രാജാക്കന്മാരിൽ രാജാവാണ്. അപ്പോൾ അത്തരത്തിലൊരു രാജാവായിട്ടുള്ള കാരിച്ചാൽ ചുണ്ടൻ ഇത്തവണ സ്വന്തം ടീമുമായി എത്തുകയാണ്. കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബ് KCBC അതിന്റെ ആളുകളാണ് നമ്മുടെ ഒപ്പം. അതിന് ചുണക്കുട്ടന്മാരാണ്. 2 ടീമുണ്ട്. ഇവർ A ടീമും B ടീമും ഉണ്ട് KCBCക്ക്. പക്ഷേ പ്രധാനപ്പെട്ട കാരിച്ചാൽ ചുണ്ടൻ A ടീമും B ടീം അത് ആയാപുരം പാണ്ടിയിലും മത്സരിക്കും ഇത്തവണ ജവഹർ നെഹ്റു ട്രോഫി വെള്ളം കളി ജലമാമാങ്കത്തിൽ. അപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ പങ്കെടുക്കുന്നത് ഈ താരങ്ങൾ തന്നെയാണ്. തുഴച്ചിലിൽ കെങ്കേമ്മമാരാണ്. ഇവന്മാരുടെ കൈയൂക്ക് കണ്ടാൽ അറിയാം. നീ അടുത്താക്കി അധികം പോകണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്താ, എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ തുടങ്ങല്ലേ? അതെ അതെ. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മികച്ച പ്രാക്ടീസ് ആയിരുന്നു. അതെനിക്കൊരു പവർ ഇല്ലല്ലോ. മികച്ച പ്രാക്ടീസ് ആയിരുന്നു. അടിപൊളി. അപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പറാണ്, അടിപൊളിയാണ്. ലൊറൈൻ ചേട്ടന്റെ ആ കൈയിന്റെ ഇത് കണ്ടാ? ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ എന്റെ കൈ ഇങ്ങനെ പിടിച്ചു കണ്ടോ? ഇത് എവിടെയാ തുഴയണ? എവിടെയാ? 4ാം തുഴയാണ്. പൊളിച്ച്. ഇതിന്റെ അത് 1ാം തുഴക്കാരിൽ ആ ഭാഗത്ത് നിൽക്കുന്ന ആരെങ്കിലും 1 മുതൽ 5 വരെ എല്ലാരും പലയിടങ്ങളൊക്കെ. ഇവരൊക്കെ ഈ മത്സരത്തിന് തൊട്ടു മുമ്പ് വലിയ പ്രാർത്ഥനയുടെയും ആകാംക്ഷയുടെ ഒക്കെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് പള്ളിയിലും ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളൊക്കെ പോയി പരമാവധി ദൈവങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്ന ഒരു സ്ഥിരം രീതിയുണ്ട്. അപ്പൊ ഇത് കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബിന്റെ പ്രസിഡന്റ് ആണ് അജിത്തേട്ടൻ. അജിത്തേട്ടാ, എന്തുകൊണ്ടാണ് ഈ ഇത്തവണ സ്വന്തം ഒരു ടീം ഇറക്കാമെന്ന് കാരിച്ചാൽ തീരുമാനിച്ചത്? ഞങ്ങള് കഴിഞ്ഞ 54 വർഷങ്ങളായിട്ട് വിവിധ ബോട്ട് ക്ലബ്ബുകളാണ് നമ്മുടെ വള്ളം കളിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഏകദേശം ഒരു 80 കൂടി കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് എന്നും പറഞ്ഞ് വള്ളം കളിച്ചായിരുന്നു. പിന്നീട് പ്രൊഫഷണലൈസും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ വിവിധ ബോട്ട് ക്ലബ്ബുകൾ. അതിന് ഈ 54 വർഷങ്ങളിൽ വിജയത്തിലും പരാജയത്തിലും നമ്മളോടൊപ്പം നിന്ന ഞങ്ങളുടെ സഹോദര ബോട്ട് ക്ലബ്ബുകൾ ഒരുപാടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് പായിപ്പാട്ടാറ്റിൽ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ബോട്ട് ക്ലബ്ബ് രൂപീകരിച്ച് പായിപ്പാട്ടാറ്റിൽ മത്സരിക്കുകയും ഒരു നേരിയ വ്യത്യാസത്തിന് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഉദിച്ച ഒരു ധാരണയാണ് നമ്മുടെ ഒരു ചീഫ് കോർഡിനേറ്റർ ജയനാൻ ചേട്ടറെ, പ്രസിഡന്റിന്, ഞങ്ങളുടെ പ്രധാന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെ കൂടെ ആലോചിച്ചു, നമുക്ക് വള്ളമുണ്ട്, എന്തുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ടീമായിക്കൂടാ. അങ്ങനെ ഞങ്ങൾ രൂപീകരിച്ചതാണ് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ്. അതെ. അപ്പൊ അങ്ങനെയാണ് കാരിച്ചാലിന്റെ ഒരു ഉദയം എന്ന് പറഞ്ഞത്. നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ ആ ഒരു മത്സരത്തിന്റെ ഒരു ആവേശം അതൊക്കെ ഇപ്പോഴും ഇല്ല. കഴിഞ്ഞ തവണത്തെ ടീമിൽ പങ്കെടുത്ത ആരെങ്കിലും ഇപ്പോഴുണ്ടോ? ഈ ടീമിലുണ്ടോ? കഴിഞ്ഞ തവണ തുടങ്ങിയ ആരെങ്കിലുണ്ടോ? 2 പേരുണ്ട്. അവരൊക്കെ പലയിടത്ത് പോയിക്കണം. ശരി. അപ്പൊ എങ്ങനെയാ ഈ തവണത്തെ എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? 25. എങ്ങനെ ഇവിടെ ക്യാമ്പൊക്കെ എങ്ങനെ? അജിത്തേണ്ടൊക്കെ എങ്ങനെ ചെവിക്ക് പിടിക്കുവോ? ഇല്ല, എല്ലാവരും നല്ല സൗഹൃദം. എല്ലാത്തിനും എന്ത് കാര്യത്തിനും ഞങ്ങളൊപ്പം ഉണ്ട് അവരെല്ലാവരും. എനിക്കറിയാം, നമുക്ക് തോന്നുന്നു ഈ ഒരു കരക്കാരെ സംബന്ധിച്ച് ഇത്രയധികം വികാരമുള്ള ഒരു ചുണ്ടൻ വേറെ ഇല്ലെന്ന് തോന്നുന്നു. ഇത്രയധികം ആരാധകരുള്ള ചുണ്ടനും ഇല്ല അല്ലെ? ഈ പൂരങ്ങളിലെ കൊമ്പനെ പറയുന്ന പോലെയാണ് കാരിച്ചാൽ ചുണ്ടൻ. അതെ, ചെച്ചിക്കാട്ട് രാമചന്ദ്രൻ ആനയിൽ എന്ന് പറയുന്ന പോലെയാണ് കാരിച്ചാൽ ചുണ്ടൻ പറയുന്നത്. എല്ലാ ജലമേളകളിലും അവനെ ക്ഷണിക്കാറുണ്ട്. ഞങ്ങൾക്ക് പോകാൻ ചില പരിമിതികളുണ്ട്. ഇപ്പൊ തന്നെ മാന്നാർ മഹാത്മാ ജലോത്സവത്തിൽ ക്ഷണിക്കുന്നുണ്ട് 1-ാം തീയതി അടക്കം. അത് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് പോകാവുന്നിടത്തെല്ലാം ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ കൂടുതൽ അതിനും ഒരു റെസ്റ്റ് വേണമല്ലോ. അത് എല്ലായിടത്തും പോകാൻ പറ്റാനൊക്കത്തില്ല. അതുകൊണ്ട് ചിലയിടത്ത് പോകുന്നേ ഉള്ളൂ. മിക്കവാറും എല്ലായിടത്തും നമുക്ക് പോകുന്നിടത്തെല്ലാം എത്തും. വരുന്ന CBL അത് മത്സരിക്കുകയും ചെയ്യും. അങ്ങനെ CBL മത്സരങ്ങളുമുണ്ട്. അങ്ങനെ ഒക്കമിട്ട ജില്ലകളിലും പോയിടത്തെല്ലാം കിരീടങ്ങൾ വാരിക്കുട്ടിയിട്ടുള്ള ഏക ചുണ്ടൻ കാരിച്ചാലാണ്. അപ്പളേ നമുക്ക് കുറച്ചുകൂടി നിങ്ങളുടെ എനർജി ഊർജ്ജമൊക്കെ നമ്മൾ നാളെ തുഴയെറിയുമ്പോൾ കണ്ടോളാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ക്യാമ്പും സജീവമാണെന്നറിയാം. നമുക്കൊരു ആർപ്പ് കിട്ടാലോ. ആരാ? ലോറനല്ലേ? ലൊറൈൻ. ഓക്കെ. ലൊറൈൻ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. പക്ഷെ ആർപ്പം സ്റ്റൈലിഷ് ആയിട്ടല്ലേ? ഓക്കെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. ഉറപ്പായിട്ട് പൊളിക്കും. ഓക്കെ, മൈക്കൊന്നും വേണ്ടെന്ന് കേട്ടോ. റെഡി? ഒന്നടി. ഇതാണ് കാരിച്ചാൽ ചുണ്ടലിന്റെ ഈ ചുണക്കുട്ടികളുടെ ഒരു ആരോഗ്യവും ഊർജ്ജവും ഒക്കെ കണ്ടു തീർന്നില്ല ക്യാമ്പിലെ കാഴ്ചകൾ. നമുക്ക് നേരെ പോവാം അടുക്കളയിലേക്ക്. അപ്പൊ നമ്മൾ അവരുടെ ഒരു ആവേശമൊക്കെ കണ്ടല്ലേ? ആർപ്പൂർവ്വ വിളി. എവിടെ നിന്നാണ് ഈ ഊർജ്ജം വരുന്നതെന്നല്ലേ? എപ്പോഴും ഊർജ്ജം വരുന്നത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണല്ലോ. അവിടേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ കാരിച്ചാൽ ചുണ്ടന്റെ എന്താ പറയാ, കലവറ എന്നൊക്കെ പറയാം. അല്ല, ചിക്കൻ ഇങ്ങനെ സെറ്റായി വരുന്നത്. ചിക്കനാണ് ഇന്ന് ഉച്ചയ്ക്ക്. ചിക്കനാണ് ചേട്ടാ? ചിക്കൻ കറി. എന്തൊക്കെയാ സാധാരണ സ്പെഷ്യൽ ഉച്ചയ്ക്ക് കൊടുക്കാറ്? ഉച്ചയ്ക്ക് മീൻകറി, ചിക്കൻ. ഓരോ ദിവസം ഓരോന്നാണ്. വെറുതെ അല്ല ഇങ്ങനെ തെറിച്ച് എറിയാൻ പറ്റുന്നല്ലേ? ഇതിന്റെ മുഖ്യ എന്താ പറയാ, മുഖ്യ ചീഫ് ഷെഫ് എന്നാണോ പറയേണ്ടത്, അതോ പിന്നെ പ്രധാനപ്പെട്ട ആളെന്നാണോ പറയേണ്ടത്? കലവറയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്കാന്ന് തോന്നുന്നു. രജീഷ് ചേട്ടൻ കാറ്ററിംഗ് ആണ്. ഓക്കെ. രജീഷ് ചേട്ടൻ നേരത്തെ ഈ ചുണ്ടൻ വള്ളം കളി ഭാഗമായിട്ടുണ്ടോ?
നമുക്ക് 4-5 വർഷമായിട്ട് നമ്മൾ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാറ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവർക്ക് എന്താ പ്രത്യേകിച്ച് എന്ത് ഫുഡാ ഇവർക്ക് വേണ്ടത്? പ്രോട്ടീൻ. ഇവർക്ക് മെയിനായിട്ട് നമ്മളൊരു ആദ്യത്തെ 10 ദിവസം ഡയറ്റിംഗ് ഫുഡാണ് പോകുന്നത്. ഡയറ്റിംഗ് ഫുഡിൽ വിത്തൗട്ട് ഓയിൽ, വിത്തൗട്ട് ഷുഗർ, ഉപ്പും ലൈറ്റ് ആയിട്ട് എടുത്തുള്ളൂ. 10 ദിവസം കഴിഞ്ഞ് നമ്മൾ പാലക്കാട് തുടങ്ങുള്ളൂ. അപ്പൊ ലൈറ്റ് മധുരം കയറ്റും. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് ലാസ്റ്റ് നമ്മൾ ഡയറ്റ് പൊട്ടിക്കത്തുള്ളൂ. ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ചേട്ടന്റെ പേര്? എന്റെ പേര് ജയകുമാർ. ജയമനാടൻ ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഫുള്ള്? ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് 3 പേരും നല്ല കേട്ടോ. അവസ്ഥ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ പേരുണ്ട് അവിടെ, ചേച്ചിമാരുണ്ട്. ഒക്കെ ഉച്ചത്തെ ഭക്ഷണത്തിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തൊക്കെയാ? പുളിശ്ശേരി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇന്ന് മോര്, അതുപോലെ ചിക്കൻ കറി, സലാഡ്, തോരൻ, അങ്ങനെ ഐറ്റംസ്. സലാഡ് ഉണ്ട്, തോരനുണ്ട്, പുളിശ്ശേരി ഉണ്ട്. തോരൻ എന്താ? ക്യാബേജ്. അപ്പൊ ഈ കായലിന്റെ തൊട്ടടുത്ത് ഇന്ന് മീനൊന്നുമില്ലേ? അല്ല, മീൻ നമ്മൾ മാക്സിമം ഒഴിവാക്കും. മീനെ ചെറിയ പ്രശ്നമുള്ള മീൻ മാക്സിമം ഒഴിവാക്കും. നമ്മൾ കടൽ മീനാണ് നമുക്ക് കടൽ മീൻ എന്താ പ്രശ്നം? കംപ്ലൈന്റ് വരും. നമുക്ക് അവര് തന്നെ പറഞ്ഞായിരുന്നു കംപ്ലൈന്റ് ആണല്ലേ? ഓക്കെ. നമ്മൾ മീനങ്ങ് മാക്സിമം മീൻ പരമാവധി ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് ആണ്. അപ്പൊ ഓക്കെ. അപ്പൊ എന്തായാലും ചിക്കൻ കറി സെറ്റാന്ന് തോന്നുന്നല്ലേ? ഒരു കുഞ്ഞു സ്പൂൺ തന്നെ ഇന്ന് ടേസ്റ്റ് നോക്കാൻ തരുമോ? എങ്ങനെയുണ്ട് ഇവരുടെ ഫുഡ്? എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. എന്റെ കൈ പൊള്ളിക്കരുതിട്ടാ. ടേസ്റ്റ് നോക്കാൻ ഒന്ന് ഊതി തന്നാലും. വേണ്ട, കൈ കഴിക്കാൻ എന്റെ ടേസ്റ്റ്. കൊള്ളാം, അടിപൊളി. ഇത് തനി കുട്ടനാടൻ സ്റ്റൈലാണല്ലേ? അതാണ് കുട്ടനാടൻ സ്റ്റൈലുള്ള ഫുഡൊക്കെ ആയിട്ട് ഗംഭീരാണ് ഈ ക്യാമ്പ്. അപ്പോൾ ക്യാമ്പിന്റെ ഒരു വശമാണ്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് ഇവരുടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കാരിച്ചാൽ ചുണ്ടന്റെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതാണ് ഇവിടെ ഒരു സ്വസ്ഥമായിട്ട് വിശ്രമിക്കുന്ന സ്ഥലമായിട്ട്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ട്രയലൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയും ഉള്ള ദിവസമാണ്. പ്രത്യേകിച്ച് മത്സരത്തിന്റെ തലേ ദിവസമാകുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് വിശ്രമിക്കാൻ സമയം കൊടുത്തേക്കുകയാണ്. ഇവിടെയാണ് ഈ ചുണ്ടൻ വള്ളങ്ങളിലെ തുഴക്കാരുടെ വിശ്രമ കേന്ദ്രം. അവർ ഏതാണ്ട് 1 മാസത്തിൽ കൂടുതലായിരുന്നു ഇവിടുത്തെ ക്യാമ്പ് തന്നെ. എന്താടേ, അതെയോ ക്ഷീണിച്ചോ? ക്ഷീണിച്ചില്ല, ഫോറാണ്. കുഴപ്പമുണ്ടോ? അപ്പൊ എങ്ങനെയായിരുന്നു ക്യാമ്പൊക്കെ? നല്ല ക്യാമ്പാണ്. നല്ല രീതിയിൽ കളിക്കുന്നു. നല്ല ട്രയല്. എവിടെ, ഏത് ഭാഗത്താ തുഴയുന്നത്? എവിടെ? ഇവിടെ തന്നെ ട്രൈ അടിക്കുന്നത്. അല്ലല്ല, ഏത് ഭാഗത്താ? ഞാൻ മുക്കണ്ണി. ഞാൻ കൂമ്പ് 3ാമത്. അടിപൊളി. അപ്പൊ എങ്ങനെ വീട്? വീട് കൈനേരിയാണ്. പേര് വിധു. ആകാശ്. അപ്പൊ എങ്ങനെയാ ഈ ഇവിടുത്തെ ഫുഡും ഈ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? തകർപ്പനാണോ? എല്ലാരും ജോളിയാണ്. എല്ലാരും ഇവിടെ പാട്ടുമേളൊക്കെ ഉണ്ടോ? 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. ആണ്. നാടൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ കാരിച്ചാൽ ചുണ്ടന്റെ ആ ഒരു പ്രൗഢിയും ഒരു പെരുമയൊക്കെ ഉണ്ടല്ലോ, അത് നിലനിർത്തണം നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഇതുപോലെ ഇവരൊക്കെ ഇങ്ങനെ വിശ്രമിച്ച് തൽക്കാലം ഇരിക്കുന്നത് പോലെ അവിടെ ചെറിയൊരു പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. ഹലോ, എന്തായി? ചേട്ടാ പേര്? രാജേഷ്. ചേട്ടൻ എങ്ങനെ മീന വന്നേ? ചേട്ടൻ പറഞ്ഞേ. ഇടീനാണോ? ദൈവമേ. അപ്പൊ ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു വഞ്ചിപ്പാട്ട് പാടൂലേ? വഞ്ചിപ്പാടും പാടാൻ പറ്റും. പിന്നെ ഏതാ ചെയ്യുന്നത്? ഇടിയനാകുമ്പോ എന്റെ താളം ഉണ്ടാവുമല്ലോ, ആ താളത്തിനനുസരിച്ച് പാട്ടും വരൂലേ? മേനാട്ടിരിക്കണം. കുഴപ്പമില്ല, മേനാട്ടിരിക്കാൻ നമ്മള് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെയാ ഈ കുറെ നാളായിട്ട് ഈ ചുണ്ടൻ വെള്ളത്തില് ഉണ്ടായിട്ടില്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഈ തവണത്തെ ടീം? എങ്ങനെയുണ്ട്? ടീം നല്ല ടീമാണ്. കിടുവാണ്. പൊളിക്കും, തകർക്കും. ഒരു സംശയം ഉണ്ടാകരുത്. ഇല്ല. ഈ കുറി നെഹ്റു ട്രോഫി അങ്ക ആണോ? ഇക്കുറിയും അല്ല, ഈ കുറി 2025 നെഹ്റു ട്രോഫി KCBC കാരിച്ചാൽ ചുണ്ടൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇത് വാക്കാണ്. ചേട്ടന്റെ പേര്? രാജേഷ്. രാജേഷേട്ടൻ പറയാണ് KCBC ഇത്തവണ ട്രോഫി എന്ന് ഉറപ്പിച്ചില്ലെങ്കിൽ നാളെ ഞാൻ വരും. തീർച്ചയായിട്ടും കപ്പ് നിങ്ങളുടെ തലയിൽ വെച്ച് തരാം. കിട്ടാത്തപ്പോ ഇങ്ങനെ തലയിൽ വെക്കുന്നത് കപ്പ് ഞങ്ങൾ കൊണ്ടുവരും. ആണോ? സംശയം ഞങ്ങളുടെ പിള്ളേർ അത്ര പോകില്ല. അടിപൊളി. ഇതാണ് ഇവിടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ. ഈ കാരിച്ചാൽ ചുണ്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെയൊക്കെ ഒരു വലിയ വികാരമാണ്. നമ്മൾ 70 ഒരു കുഞ്ഞു പിറക്കുന്ന പോലെ പിറന്നു. പിന്നീട് 74 എന്നാണ് വിശ്വാസം. ആദ്യമായിട്ട് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നു. പിന്നീട് ഇത്രയും കാലത്തോളം, അത് ഏതാണ്ട് 38 ഫൈനലുകൾ, 16 തവണ കിരീടം, ഇത്രമാത്രം നേട്ടം പറയാൻ മറ്റൊരു ചുണ്ടനുമില്ല. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഇവരുടെ വാക്കുകളുണ്ട്. ഇപ്പോൾ സ്വന്തമായി ടീം എത്തിയിരിക്കുകയാണ് കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബ്ബ്. ഇവർക്ക് എല്ലാവിധ ആശംസയും നമുക്ക് നേരാം. കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബ്ബ് വീണ്ടും കിരീടം ഉയർത്തിട്ട് ഡബിൾ ഹാട്രിക് അവർക്ക് സ്വന്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ വിദുരാഹരിക്കൊപ്പം എഴുതപ്പോൾ പുതുശ്ശേരി, News 18.